നമ്മുടെ കൊല്ലം നിയമസഭാ മണ്ഡലത്തില് കൊട്ടിഘോഷിച്ച് നിർമ്മാണം നടത്തിയ പാലങ്ങളിലൂടെ സുഗമമായി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നഗരവാസികൾ. 100 കോടിക്ക് മുകളിൽ ചിലവഴിച്ച ലിങ്ക് റോഡ് പാലം അവസാനിക്കുന്നത് അഷ്ടമുടിക്കായലിന് നടുവിലാണ്. പെരുമൺ പാലത്തിന്റെ പണിയും ഇഴയുകയാണ്. കാണാം പാലങ്ങളിലെ ആ കാഴ്ചകൾ. എം മുകേഷ് MLA കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെ MLA ആണ്. 2 പാലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചത്. ഒന്ന് കൊല്ലം ആശ്രാമം ലിങ്ക് റോഡിൽ നിന്നും ഓലിൽ കടവിലേക്ക് പോകുന്ന പാലം. രണ്ടാമത്തെ പാലമാണ് എനിക്ക് പുറകെ കാണുന്ന പാലം. ഈ പാലം ഏതാണ്ട് അക്കരെ ഇക്കരെ കൂട്ടിമുട്ടാൻ ആഗ്രഹിച്ച് നിന്നിട്ട് ഏതാണ്ട് വർഷങ്ങൾ പിന്നിടുന്നു. ഇപ്പോൾ ഈ കരാർ കമ്പനിക്ക് ഏതാണ്ട് 6 കോടി രൂപ നൽകാൻ ഉള്ളതിനെ തുടർന്ന് അവർ ഈ പണി ഇപ്പോൾ തന്നെ നിർത്തിവെക്കും. അതുപോലെ ലിങ്ക് റോഡിൽ പണിഞ്ഞ പാലം എങ്ങോട്ടെന്നില്ലാതെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ പാലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. കൊല്ലം അഷ്ടമുടിക്കായലിനെ കീറിമുറിച്ചൊരു പാലം. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പദ്ധതിയിട്ടാണ് സ്ഥലം MLA ആയ മുകേഷ് മുൻകൈയെടുത്ത് പാലം നിർമ്മാണം ആരംഭിച്ചത്. ആദ്യ ഡിസൈൻ പ്രകാരം സമീപത്തെ തേവള്ളി പാലത്തിനടിയിലൂടെ കടന്നു പോകുമെന്ന് കണക്കുകൂട്ടി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പണി പാളിയെന്ന് മനസ്സിലായതോടെ കായലിന് നടുവിൽ നിർമ്മാണം നിന്നു. ഒടുവിൽ എങ്ങനെ പാലം നിർമ്മിക്കുമെന്നറിയാതെ 2ാം ഘട്ട പ്രവർത്തനം നിലച്ച് പാലം അങ്ങനെ കായലിന് നടുവിൽ നിൽക്കുകയാണ്. 1ാം ഘട്ടം പൂർത്തിയായെന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടത്താതെ പാലം തുറന്നു നൽകി. ആർക്ക് പ്രയോജനമെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇവിടെ കഴിഞ്ഞ 9 വർഷമായി പ്രതിനിധീകരിക്കുന്ന MLA കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. എന്നാൽ വീമ്പ് പറഞ്ഞുകൊണ്ട് MLAയും MLAയുടെ പാർട്ടിക്കാരും പറയുന്ന എടുത്തു പറയത്തക്ക വികസനമായി കാണിക്കുന്നത് 2 പാലങ്ങളാണ്. ഒന്ന് പെരുമൺ പേഴുന്തുരുത്ത് പാലം. ഒരു പക്ഷേ ഈ വികസന പദ്ധതികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരോ അല്ലെങ്കിൽ പാലങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ഗവേഷണം നടത്തുന്നവരോ സവിശേഷമായൊരു പഠനത്തിന് വിധേയമാക്കുവാൻ കഴിയുന്നതാണ് പെരുമൺ പേഴുന്തുരുത്ത് പാലം. അത് കൊല്ലം MLAയുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രം നടക്കാതെ പോകുന്ന ഒരു പാലമാണ്. ഇനി 2ാമത്തെ പാലവും അക്കരെ ഇക്കരെ കൂട്ടിമുട്ടാതെ പെരുമണ്ണിലുണ്ട്. ഒച്ചിഴയും വേഗത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും. നേരത്തെ ഡിസൈൻ സംബന്ധിച്ച തർക്കം മൂലം മാസങ്ങളോളമാണ് ഇവിടത്തെ നിർമ്മാണവും പാതി വഴിയിൽ നിന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പാലത്തിൽ വന്ന് രണ്ടാമത് മൂന്നാമതോ ഒക്കെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി വലിയ വായിലെ വിളിച്ചു പറഞ്ഞു, ദേ പാലം ഇപ്പം ശരിയാക്കി തരാമെന്ന്. പിന്നെ ആ മനുഷ്യൻ പോയ വഴിക്ക് പുല്ല് കിളിർത്തിട്ടില്ല. ഇവർ വലിയ വായിലെ വിളിച്ചു പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ ഒരു പഠനമില്ലാതെ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ പാലം എങ്ങും എത്താൻ നിൽക്കുന്നത്. 6 കോടി കരാറുകാരന് നൽകാനുണ്ടെന്ന് നിർമ്മാണ കമ്പനി പറയുന്നു. നിർമ്മാണ ഏജൻസിയായ KRFB പല കാരണങ്ങൾ പറഞ്ഞ് കരാർ തുക വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്നും പരാതിയുണ്ട്. ഇനിയും 2 വർഷം വേണം പെരുമൺ പാലം കൂട്ടിമുട്ടിക്കാനെന്ന വാദമാണ് നിർമ്മാണ കമ്പനിക്കുള്ളത്. ന്യൂസ് മലയാളം, കൊല്ലം.